ആക്ഷൻ. ഹലോ ഗൈസ്, ഞങ്ങള് ഈയിടെ ഒരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ അതിനകത്തൊരു ഗെയിം കളിച്ചു. ആ ഗെയിമിൻ്റെ വീഡിയോ ഞങ്ങൾ പോസ്റ്റ് ചെയ്തു യൂട്യൂബിൽ. അപ്പോൾ അതിൻ്റെ വന്ന കമൻസ് കണ്ട എൻ്റെ ദൈവമേ. ആ ഗെയിമിന്റെ പേർപ്പസ് എന്താന്ന് പറഞ്ഞി? ആ ഗെയിമിൻ്റെ പേർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ ഫോൾഡ് ചെയ്യും. പേപ്പർ, വലിയ പേപ്പറുണ്ട്, അത് ഫോൾഡ് ചെയ്ത് ഏറ്റവും കുഞ്ഞി കഷ്ണം പേപ്പറിൽ ഫുള്ളി ബാലൻസ്ഡ് ആയിട്ട് നിൽക്കാൻ ഒരു കപ്പിളിന് പറ്റുവാണെങ്കിൽ അവരാണ് ജയിക്കുക. ഏറ്റവും കുഞ്ഞി ഫോൾഡ് പേപ്പറിൽ നമ്മൾ ഫുൾ കപ്പിൾ ഫുൾ നിൽക്കണമെങ്കിൽ അതായത് രണ്ടുപേരും ആ പേപ്പറിൽ നിന്ന് പുറത്ത് പോകാൻ പാടില്ല. അതായിരുന്നു 10 സെക്കൻഡ് നിൽക്കണം. അങ്ങനെ ആദ്യം ഞങ്ങൾ കളിച്ചു തുടങ്ങി. അത് കഴിഞ്ഞ് പേപ്പർ ചെറുതാവുന്നതിനനുസരിച്ച് നമുക്ക് രണ്ടുപേർക്കും കൂടെ നിൽക്കാൻ പറ്റാണ്ടായപ്പം ഇവൻ ഒറ്റക്കാലിൽ ടിപ്ടോ ആയിട്ട് നിന്ന് എന്നെ എടുത്ത് പൊക്കി. അങ്ങനെ ഞങ്ങൾ അവസാനം ആ കളി ജയിച്ചു. ആ കളി നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ സകല ബന്ധുക്കൾ അവിടെ ഉണ്ട്. എൻ്റെ പപ്പ, അമ്മ, ആൻറ്റിമാർ, അങ്കിൾമാർ, കസിൻസിൻ്റെ പിള്ളേർ, പാർട്ട്നേഴ്സ്, ഇവരെല്ലാവരും അവിടെ ഉണ്ട്. ഇവർക്കാർക്കും ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ കഷ്ടകാലത്തിന് ഞാൻ ആ വീഡിയോ ചുമ്മാ ഫണ്ടിന് വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടു. അതെങ്ങനെയോ റീച്ചായി, കുറച്ചധികം എന്താ പറയുക, അക്കൗണ്ട്സിലോട്ട് അതെത്തി. അത് കണ്ടപ്പോൾ ഞാനത് വെറുതെ എടുത്തിട്ട് എൻ്റെ യൂട്യൂബ് ചാനലും കൂടെ കൊണ്ടുപോയിട്ടു. അപ്പോഴാണ് ഈ കമന്റ്സ് ഒക്കെ വന്നു തുടങ്ങിയത്. അതെ, യൂട്യൂബിൽ ഇട്ടപ്പോഴാണ് എൻ്റെ കമന്റ്സിന്റെ റേഞ്ച് മാറി, വേറെ ലെവല് കമന്റ്സ് ആയി. ഇത്രയും ലൈംഗിക ദാരിദ്ര്യം നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാർക്ക് ഉണ്ടെന്നുള്ളത് ഒരു പേഴ്സണൽ ലെവലിൽ ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നമ്മളിങ്ങനെ കേൾക്കാറുണ്ട്, നടിമാരുടെ ഫോട്ടോയ്ക്ക് ഇടയിൽ കമന്റ് വന്നു, അത് വന്നു, ഇത് വന്നു എന്നൊക്കെ. പക്ഷെ നമുക്കും ഇത് സംഭവിക്കും. അതും വളരെ വെൽ ഡ്രസ്ഡ് ആയിട്ട് ഒരു രീതിയിലും ഒബ്സനിറ്റി ഇല്ലാത്തൊരു വീഡിയോയ്ക്കാണ് ഇത്രയും കമന്റ് വന്നത്. ഗെയിമാണ് എടുത്തു പൊക്കുന്നു എന്നുള്ളതല്ലാണ്ട് അതിന് വേറെ ഒന്നുമില്ല. എന്തായാലും വല്ലാത്തൊരു റിയലൈസേഷൻ ആയിപ്പോയി. അതെ, അതോടുകൂടി ഞങ്ങൾ ഇനി ഇതുപോലത്തെ ഗെയിംസ് ഒന്നും കളിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. അതില്ല കേട്ടോ, നമ്മൾ കളിക്കും, പക്ഷേ സോഷ്യൽ മീഡിയയിൽ അതിനെ പറ്റിയുള്ള സംഭവങ്ങളൊന്നും ഇടുന്നില്ല എന്ന് ഡിസൈഡ് ചെയ്തു. അതെ, അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എന്തൊരു യാത്ര വീഡിയോ ഒക്കെ. ബൈ ബൈ.